ഹരേ കൃഷ്ണ. ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രത്തിന്റെ 1-ാം പാദം നക്ഷത്ര ജാതകർക്ക് മെയ് 2026 വളരെ പ്രത്യേകതയുള്ള ഒരു മാസമാണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം പോലെ അനുഭവപ്പെടും. നിങ്ങളുടെ രാശി അധിപനായ സൂര്യൻ ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ ബുധനോടൊപ്പം നിൽക്കുന്നത് വലിയൊരു പോസിറ്റീവ് ഊർജം നൽകുന്ന ഘടകമാണ്. അതേസമയം ലഗ്നത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനും ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനുമുള്ള ഒരു മനോഭാവം ഉണ്ടാകും. ഇപ്പോൾ പ്രണയവും ദാമ്പത്യവും നോക്കുമ്പോൾ ഈ മാസം വളരെ ശ്രദ്ധയോടെ മുന്നോട്ടു പോകേണ്ടതാണ്. 7-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ബന്ധങ്ങളിൽ ചെറിയ തെറ്റിദ്ധാരണകൾക്കും ഈഗോ പ്രശ്നങ്ങൾക്കും ട്രസ്റ്റ് ഇഷ്യൂസിനും സാധ്യതയുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പങ്കാളിയോ പറയുന്ന ചെറിയ വാക്കുകൾ പോലും വലിയ വിഷയങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരത്തിൽ നിയന്ത്രണവും സഹനവും അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പങ്കാളിയുടെ ഭാഗത്ത് ചെറിയ പിടിവാശി കൂടുതൽ തോന്നാം. അത്തരത്തിൽ പ്രതികരിക്കുന്നതിന് മുന്ന് അല്പം ആലോചിച്ച് സംസാരിക്കുന്നത് ബന്ധത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. സിംഗിൾ ആയവർക്ക് ഈ മാസം പെട്ടെന്ന് ഒരു ആകർഷണം തോന്നുന്ന സാഹചര്യം ഉണ്ടാകാം. എന്നാൽ രാഹുവിന്റെ സ്വാധീനമുള്ളതിനാൽ ആ ബന്ധം എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ സമയമെടുത്ത് മുന്നോട്ടു പോകുന്നത് നല്ലതാണ്. വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. കരിയറിലേക്ക് വരുമ്പോൾ ഈ മാസം വളരെ ശക്തമായ മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 10-ാം ഭാവത്തിൽ നിലവിലുള്ള ശുക്രൻ ഇതിനകം തന്നെ നല്ല പിന്തുണ നൽകുന്നുണ്ട്. അതിനു പുറമെ മെയ് 14-ന് ശേഷം സൂര്യനും ബുധനും 10-ാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ ഇത് ഒരു ശക്തമായ രാജയോഗ സമാനമായ സ്ഥിതിയിലേക്ക് മാറുന്നു. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും അംഗീകാരവും ലഭിക്കും. പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക്, ജോലി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ പ്രൊഫൈൽ മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ച സമയമാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമം കുറയരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ശ്രമത്തിനും വില ലഭിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് ഈ മാസം യാത്രകളും ലാഭവും കൂടും. എന്നാൽ ഒരു പ്രധാന മുന്നറിയിപ്പ് ഇവിടെ ശ്രദ്ധിക്കണം. 7-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ആരംഭിക്കാൻ ഇത് അനുയോജ്യ സമയം അല്ല. നിലവിലുള്ള പാർട്ട്ണർഷിപ്പുകളിലും ജാഗ്രത പാലിക്കണം. അപ്രതീക്ഷിത തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഭാഗ്യസ്ഥാനത്തിലെ സൂര്യന്റെ ശക്തി കാരണം ബിസിനസ്സിൽ നിന്നുള്ള ലാഭസാധ്യത നിലനിൽക്കും. 8-ാം ഭാവത്തിൽ ശനി, ചൊവ്വ, വ്യാഴം എന്നിവയുടെ കൂടിച്ചേരൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പെട്ടെന്നുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കരിയറിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം വരാം. ഇത് ഒരു വെല്ലുവിളി പോലെ തോന്നിയാലും ദീർഘകാലത്തിൽ ഇത് നിങ്ങളെ വളർച്ചയിലേക്ക് നയിക്കും. വിദ്യാർത്ഥികൾക്കായി നോക്കുമ്പോൾ 9-ാം ഭാവത്തിലെ സൂര്യൻ ബുധൻ സ്ഥാനം വളരെ അനുകൂലമാണ്. ഉയർന്ന പഠനത്തിനും മത്സര പരീക്ഷകൾക്കും ഇത് മികച്ച സമയമാണ്. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അവസരങ്ങൾ തുറക്കപ്പെടാം. എന്നാൽ ശനി ചൊവ്വയുടെ ദൃഷ്ടി കാരണം ചിലപ്പോൾ ഫലം ലഭിക്കാൻ താമസം ഉണ്ടാകാം. അത് കണ്ട് പിന്മാറാതെ സ്ഥിരതയോടെ ശ്രമം തുടരുക. അവസാനം ഫലം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഭാഗ്യസ്ഥിതി ഈ മാസം വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് മെയ് 11-ന് ശേഷം ചൊവ്വയുടെ സ്ഥാനം അനുകൂലമാകുന്നതിനാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കാൻ തുടങ്ങും. പ്രോപ്പർട്ടി ഇടപാടുകൾ, ട്രേഡിംഗ്, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ എന്നിവ ഈ സമയത്തിന് ശേഷം ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു പ്രധാന കാര്യം, നിങ്ങൾ അഷ്ടമ ശനിയുടെ സ്വാധീനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ചില പരിഹാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് വളരെ ആവശ്യമാണ്. ദിവസവും ശനി ബീജമന്ത്രം 108 തവണ ജപിക്കുക. മന്ത്രം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുന്നത് ശനി ചൊവ്വ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. രാവിലെ സൂര്യന് ജലം അർപ്പിക്കുകയും സൂര്യ നമസ്കാരം ചെയ്യുകയും ചെയ്യുന്നത് ലഗ്നാധിപനായ സൂര്യന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. മൊത്തത്തിൽ ഈ മാസം നിങ്ങളെ പരീക്ഷിക്കുകയും അതോടൊപ്പം ഉയർത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ക്ഷമയും ആത്മനിയന്ത്രണവും നിലനിർത്തി മുന്നോട്ടു പോയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.